ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിമീങ്ങൾക്കിടയിൽ കണ്ടുവരപ്പെടുന്ന പിഴവുകളിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് പറയാം. അത് അൽ-അല്ലാമ അൽ-ഉസൈമി റഹിമഹുല്ലാഹ് ഫത്വ നൂർ അലൽ ദർബിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് പറയുന്നതിന്റെ വിധി എന്താണ്? അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞു, ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് പറയുന്നതിന് സുന്നത്തിൽ നിന്നോ സഹാബികളുടെ പ്രവർത്തികളിൽ നിന്നോ ഒരു അടിസ്ഥാനവുമില്ല, മറിച്ചത് അവസാന കാലങ്ങളിൽ പുതുതായി ഉണ്ടായത് മാത്രമാകുന്നു. ഒരു വ്യക്തിയുടെ സ്വദഖല്ലാഹുൽ അസീം മഹാനായ അള്ളാഹു സത്യം പറഞ്ഞു എന്ന വാക്ക് അള്ളാഹുവെ പുകഴ്ത്തലാണെന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പറയൽ അള്ളാഹുവിനോടുള്ള ആരാധനയാണ്. അത് ആരാധനയാണെങ്കിൽ പോലും അതിന് ദീനിൽ തെളിവില്ലാത്തതിനാൽ ഇതുപോലെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിന് ആരാധന ചെയ്യൽ അനുവദനീയമല്ല. ദീനിൽ അതിന് തെളിവൊന്നുമില്ലെങ്കിൽ സ്വദഖല്ലാഹുൽ അസീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം അവസാനിപ്പിക്കൽ ദീനിൽ നിയമമാക്കപ്പെടാത്തതും സുന്നത്താക്കപ്പെട്ട കാര്യവുമല്ല. ഒരു വ്യക്തി ഖുർആൻ പാരായണത്തിന്റെ അവസാനത്തിൽ സ്വദഖല്ലാഹുൽ അസീം എന്ന് പറയാൽ അവന് സുന്നത്താകില്ല. ഇനി ഖുൽ സ്വദഖല്ലാഹ് പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നില്ല എന്നൊരാൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി, അതെ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഖുർആൻ പാരായണത്തിന്റെ അവസാനത്തിൽ സ്വദഖല്ലാഹ് എന്ന് നിങ്ങൾ പറയുക എന്ന് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയതായി അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് പറഞ്ഞതായി അദ്ദേഹത്തെ തൊട്ട് വന്നിട്ടില്ല. സൂറത്തുൻ നിസായിൽ നിന്നും ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന ആയത്ത് എത്തുന്നത് വരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഓതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്, ഇത്ര ഓതിയത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നീ സ്വദഖല്ലാഹുൽ അസീം എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് ഇബ്നു മസ്ഊദും പറഞ്ഞിട്ടില്ല. ഖുർആൻ പാരായണത്തിന് ശേഷം സ്വദഖല്ലാഹുൽ അസീം എന്ന് ഒരാൾ പറയുന്നത് അനുവദനീയമല്ല എന്നുള്ളതിനുള്ള തെളിവാകുന്നു ഇത്. അപ്പോൾ ഈ ഒരു വിഷയം എന്താണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുസ്ലിങ്ങളിൽ പിഴവുകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. വല്ലാഹു അഅലം.